സൂരജ് വധക്കേസിലെ പ്രതികളെ ന്യായീകരിച്ച് സിപിഎം നേതാവ് എം.വി. ജയരാജൻ. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ നിരപരാധികളാണെന്നും ഇവർക്ക് വേണ്ടി പാർട്ടി അപ്പീൽ പോകുമെന്നും ജയരാജൻ. പ്രതികളെ സംരക്ഷിക്കുന്ന പാർട്ടി നിലപാട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ പാർട്ടി പ്രവർത്തകർ. കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളെ ന്യായീകരിച്ച സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജന്റെ വാദഗതികൾ വിവാദമാകുന്നു. തെളിവുകൾ സഹിതം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെയാണ് നിരപരാധികളായി സിപിഎം ജില്ലാ സെക്രട്ടറി ചിത്രീകരിച്ചത്. ഇവർക്കെതിരായ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും എം.വി. ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ട്. ക്രിമിനൽ സംഘങ്ങളെ പരസ്യമായി ന്യായീകരിച്ച പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വലിയ വിഭാഗം പാർട്ടി പ്രവർത്തകരിൽ ഇപ്പോൾ ഇരമ്പുന്നത്. പ്രതികളെ പരസ്യമായി ന്യായീകരിക്കുക വഴി കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ ഉയർത്തുന്ന പ്രധാന വാദമുഖം. കൊലപാതക രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ പൊതുവികാരം ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കെ പാർട്ടി നേതൃത്വം ഈ വിധം നിലപാട് കൈക്കൊണ്ടത് ശരിയായില്ല എന്നാണ് അവരുടെ നിലപാട്. മാത്രവുമല്ല, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ വിധത്തിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന പാർട്ടി നിലപാട് തിരിച്ചടിയാകുമെന്ന് അവർ കരുതുന്നുമുണ്ട്. രാഷ്ട്രീയ കൊലയാളികളെ പരസ്യമായി തള്ളിപ്പറയുമെങ്കിലും രഹസ്യമായി അവർക്കാവശ്യമായ നിയമസഹായമടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് കാലാകാലമായി സിപിഎമ്മിന്റെ പ്രവർത്തന ശൈലി. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലും പെരിയയിലെ ഇരട്ട കൊലപാതകത്തിലുമെല്ലാം നാം കണ്ടത് ആ വിധം രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണല്ലോ. എന്നാൽ ആ ക്രിമിനലുകൾക്കൊന്നും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടി നേതൃത്വത്തെയാണ് പലകുറി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രതികളെ സഹായിക്കാനായി സാമ്പത്തിക സമാഹരണം നടത്തുന്നതും അഭിഭാഷകനെ ചുമതലപ്പെടുത്തി കേസുകൾ നടത്തുന്നതുമെല്ലാം പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ ആയിരിക്കുകയും ചെയ്യും. വ്യക്തമായ തെളിവുകളോടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്താലും അത് അംഗീകരിക്കാൻ പാർട്ടി അണികളും നേതാക്കളും തയ്യാറാവുകയുമില്ല. ആ വിധത്തിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഒട്ടേറെ രാഷ്ട്രീയ കൊലയാളികളെ സംരക്ഷിക്കാനായി സിപിഎം നേതൃത്വം രംഗത്തിറങ്ങിയതിനും ഒട്ടേറെ ഉദാഹരണങ്ങൾ നിരത്താനുണ്ട്. അതിലേറ്റവും ഒടുവിലെ സംഭവമാണ് കണ്ണൂരിലെ സൂരജ് വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാനായി സിപിഎം നേതൃത്വം രംഗത്തെത്തിയ കാഴ്ച. വ്യക്തമായ തെളിവുകളോടെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളെ ന്യായീകരിച്ചുകൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ തന്നെ രംഗത്തെത്തി എന്നതാണ് എടുത്തു പറയേണ്ടുന്ന വസ്തുത. 2005 ഓഗസ്റ്റ് മാസത്തിലാണ് സിപിഎം ബന്ധം ഉപേക്ഷിച്ച് ബി.ജെ.പിയിൽ ചേർന്ന സൂരജിനെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് വെച്ച് കൊല ചെയ്തത്. കൊല നടത്തിയവരെല്ലാം സിപിഎം പ്രവർത്തകരാണെന്ന് തെളിവു സഹിതം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. 10 പേരെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പ്രതി ചേർത്തത്. എന്നാൽ അതിനുശേഷമാണ് നിർണായക സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയായിരുന്ന ടി.കെ. രജീഷ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് സൂരജ് വധക്കേസ് അന്വേഷണത്തിൽ നിർണായകമായി മാറിയത്. സൂരജിനെ കൊലപ്പെടുത്തിയ സംഘത്തിൽ താനും ഉണ്ടായിരുന്നുവെന്നും 6 മാസം മുൻപും സൂരജിനെതിരെ വധശ്രമം നടന്നിരുന്നുവെന്നുമായിരുന്നു രജീഷിന്റെ വെളിപ്പെടുത്തൽ. ഇതിനെ തുടർന്നാണ് ടി.പി. വധക്കേസിന് പുറമെ സൂരജ് വധത്തിലും ടി.കെ. രജീഷിന് പ്രതി ചേർത്തത്. ടി.കെ. രജീഷ് നൽകിയ മൊഴിയെ ആധാരമാക്കി 2 പേരെ കൂടി സൂരജ് വധത്തിൽ പ്രതികളാക്കുകയും ചെയ്തു. കൊലപാതകത്തിൽ ഇവർ വഹിച്ച പങ്ക് കോടതി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 സിപിഎം പ്രവർത്തകർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിൽ 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. ഇതിൽ 9 പ്രതികൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. 10ാം പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു. സിപിഎം വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിന്റെ പക മൂലമാണ് സൂരജിനെ കൊലപ്പെടുത്തിയതെന്നാണ് വിധി പ്രഖ്യാപനത്തിൽ തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി കെ.ടി. നിസാർ അഹമ്മദ് വ്യക്തമാക്കിയത്. ഇവർക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുകയും ചെയ്യും. ആത്യന്തികം രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതായിരിക്കും ഈ കേസിലെ വിധി പ്രഖ്യാപനമെന്നതുറപ്പാണ്.
കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതി തന്നെയാണ് സൂരജ് വധത്തിലും മുഖ്യ റോൾ വഹിച്ചിട്ടുള്ളത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന PM മനോജിന്റെ സഹോദരൻ PM മനോരാജും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി തെളിഞ്ഞിട്ടുമുണ്ട്. ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷ കേരളീയ അന്തരീക്ഷത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കും എന്നതും ഉറപ്പാണ്. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് പ്രതികളെ ന്യായീകരിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രംഗത്ത് വന്നത്. കൊലപാതക രാഷ്ട്രീയ സംസ്കാരത്തിന് എതിരാണ് തങ്ങളെന്നും ഒട്ടേറെ പേർ കൊല്ലപ്പെട്ട പ്രസ്ഥാനമാണ് തങ്ങളുടേത് എന്നും CPM കേന്ദ്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കെയാണ് സൂരജ് കൊലക്കേസിലെ പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് നൽകി CPM ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി പാർട്ടി അപ്പീൽ പോവുക കൂടി ചെയ്താൽ കണ്ണൂരിലെ രാഷ്ട്രീയാന്തരീക്ഷം ഒരിക്കൽ കൂടി കലാപ കലുഷിതമായി മാറുമെന്നത് ഉറപ്പാണ്.